ഫ്രണ്ട് പാനൽ ലുക്ക് യൂഷ്വലി നമ്മൾ കാണാറുള്ള സൈഡ് സ്ലിറ്റ് പാറ്റേണിൻ്റെ അകത്താണ്. ഇന്ന് എ ലൈൻ്റെ അകത്താണ് ചെയ്തേക്കുന്നത്. വിത്തൗട്ട് ലൈനിങ്ങിൽ വളരെ കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന പ്യുർ കോട്ടൺ കുർത്ത. 2 ഷെയ്ഡ്സിലാണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത്. ദിസ് ഇസ് സംതിങ് ദറ്റ് കാഷ്വൽ വെയറിൽ നമ്മൾ എല്ലാവരും പ്രിഫർ ചെയ്യുന്നൊരു പാറ്റേൺ ആയിരിക്കും. ബിക്കോസ് ഇറ്റ്സ് ഗോട്ട് ദറ്റ് വേർട്ടിക്കൽ പാറ്റേൺ അറ്റ് ദ ഫ്രണ്ട് വിച്ച് മേക്സ് ഡെഫിനറ്റ്ലി വിൽ മേക്ക് യു ലുക്ക് ടാളർ, ട്രിമ്മർ ആയിട്ടുള്ള ഒരു ഫീൽ. ഡാർക്ക് ടോൺ കൊടുത്തേക്കുന്നത്. അപ്പോൾ 2 കുർത്തയ്ക്കകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തൊരു ഡാർക്ക് ഫീൽ എൻ്റെ ഫ്രണ്ട് പോർഷനിലോട്ട് വളരെ സട്ടിലായിട്ട് പോകുന്നത് കാരണം തന്നെ അറ്റൻഷൻ ഗോസ് ദയർ. അപ്പോൾ നമുക്ക് ഒരു ട്രിം ഡൗൺ ഫീലും ആൻഡ് എനിക്ക് എനിക്കറിയാം കേട്ടോ, ആ ഒരു സൈഡ് സ്ലിറ്റഡ് പാറ്റേൺ വളരെ അധികം പ്രിഫർ ചെയ്യത്തില്ല, അത് എനിക്ക് ചേർത്തില്ല, അങ്ങനെയൊക്കെയുള്ളൊരു കൺസേൺ വരുന്നത്. സോ ദിസ് ഇസ് ഗോട്ട് നോ സ്ലിറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇറ്റ് മേക്സ് ഇറ്റ് എന്താ പറയുക, നമുക്ക് ആ ഒരു കൺവീനിയൻ്റ് ആയിട്ട് അങ്ങനത്തെ ചില കൺസേൺസ് ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ കൺവീനിയൻ്റ് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു കുർത്തയാണ്. ആൻഡ് 1299 റേഞ്ചിലാണ് കേട്ടോ വന്നിരിക്കുന്നത്. സോ ഇറ്റ്സ് ഗോട്ട് 2 ഡിഫറെൻറ്റ് പ്രിൻറ്റ്സ് ഓൺ ദിസ്. സൈഡ് പ്രിൻറ്റ് വന്നിരിക്കുന്നത് ഫ്ലോറൽ ജാൽ ഡിസൈൻ ബ്ലോക്ക് പ്രിൻറ്റഡ് ലുക്കാണ്. ആക്ച്വലി സ്ക്രീൻ പ്രിൻറ്റിലാണ് ചെയ്തേക്കുന്നത്. ആൻഡ് ഇവിടെ ഫ്രണ്ട് പാനലിനകത്ത് അത് എംപയർ കട്ടിൻ്റെ അവിടെ നിന്നാണ് വന്നിരിക്കുന്നത്. കോളേർഡ് ഡിസൈൻ ആൻഡ് വിച്ച് ഇസ് വെരി മോഡസ്റ്റ്. ആൻഡ് ഇതിനകത്ത് കോക്കനട്ട് ഷെല്ലിൻ്റെ ബട്ടൺ ഡീറ്റെയിലും കൂടെ വരുന്നുണ്ട്. ഇതിനകത്ത് ഓപ്പണിങ് നമുക്ക് ഒരു 1 ബട്ടൺ വരേക്കും ഈ ഒരു ഫസ്റ്റ് ബട്ടൺ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ കൊടുത്തേക്കുന്നത്. ഈസിന് വെയർ ചെയ്യാനുള്ള ഒരു ഈസിന് വേണ്ടിയിട്ട്. സോ ദിസ് ഇസ് എ പീച്ച് പിങ്ക് റസ്റ്റ് ഓറഞ്ച് ടോണിൽ ഒരു മഡ് ബ്രൗൺ ഷെയ്ഡും കൂടെ വന്നിട്ടുള്ള ടോണാണ്. ആൻഡ് ദെൻ ദിസ് ഇസ് ദി നെക്സ്റ്റ് ഷെയ്ഡ്. ഇതിനകത്തൊരു ടീൽ ടോണാണ് വന്നിരിക്കുന്നത്, ഗ്രേഷ് ടീൽ ടോൺ. ആൻഡ് ഇത് നമുക്ക് ഇതിനകത്ത് നമുക്ക് പോക്കറ്റ്സ് ഒന്നും നമ്മൾ കൊടുത്തിട്ടില്ല കേട്ടോ. അതിൻ്റെ ഒരു ലൈറ്റ് കോട്ടൺ മെറ്റീരിയലാണ്. അപ്പോൾ പോക്കറ്റ്സ് ഉണ്ടെങ്കിൽ നമുക്കിവിടെ ഒരു ഷാഡോ പോലെ ഫീൽ ചെയ്യാൻ ചാൻസസ് ഉണ്ട്. സോ വി ഹാവ് സ്കിപ്പ് ദ പോക്കറ്റ് പാർട്ട്. ആൻഡ് 3/4 സ്ലീവിലാണ് വന്നിരിക്കുന്നത്. നല്ല ഫിറ്റിംഗ് ആണ്. ഞാൻ ഇപ്പോൾ വെയർ ചെയ്തിരിക്കുന്നത് മീഡിയം സൈസാണ് വിതൗട്ട് എനി ഓൾട്രേഷൻ. ആൻഡ് ഇത് നമുക്ക് ഒരു ഷോപ്പിംഗ് കൈൻഡ് ഓഫ് ഡേ ടു ഡേ ആക്ടിവിറ്റീസ്, എവറി ഡേ വെയർ, കാഷ്വൽ, എസെൻഷ്യൽ, വാർഡ്രോബ് എസെൻഷ്യലിനകത്ത് വരുന്ന ഷെയ്ഡ് ടോൺസും നല്ല ഭംഗിയാണുണ്ട്. നല്ല കളറാണ്, രണ്ടും നല്ല ഭംഗിയുള്ള കളറാണ്. അപ്പോൾ ഇത് നമുക്ക് റെഡി ടു ഡിസ്പാച്ച് ആയിട്ടും നമ്മളെ ഇൻസ്റ്റോഴ്സിലും ഒക്കെ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ യു ക്യാൻ ട്രൈ ഇറ്റ് ഓൺ ആസ് വെൽ. അപ്പോൾ ഇതിൻ്റെ സൈസസും ഒക്കെ നമ്മളിവിടെ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. US 103, പ്രൈസ് അറ്റ് 1299. ഇന്നൊരു വൈബ്രൻറ്റ് കളർ കോമ്പിനേഷൻ, പക്ഷേ അത് ഒരുപാട് ലൗഡല്ല, നമുക്ക് നല്ല ഭംഗിയുള്ള കുറച്ച് കളർ കോമ്പിനേഷൻസ്. ഇതിനകത്ത് മൾട്ടിപ്പിൾ ഷെയ്ഡ്സ് വരുന്നത് കൊണ്ട് ഇറ്റ് മേക്സ് ഇറ്റ് റിയലി ലൈവ്ലി. ആൻഡ് അതിൻ്റെ അകത്ത് ഫുള്ളായിട്ട് എംബ്രോയിഡറി, ഹാൻഡ് എംബ്രോയിഡറി ഡിസൈനും കൂടെ കൊടുത്ത് ചെയ്തേക്കുന്ന ടസോ ഫിനിഷിൽ വരുന്ന 299 റേഞ്ചിൽ വരുന്ന സാരീസ്. ഇതിനകത്ത് നല്ല ഭംഗിയുള്ള 4 കളേഴ്സിലാണ് ഇന്നത്തെ ഈ ലുക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഞാൻ കൊടുത്തിരിക്കുന്നത് ഒരു ബ്രൈറ്റ് ടോണിലാണ് നിൽക്കുന്നത്. ആ ഒരു ഗ്രീൻ ഷെയ്ഡ്, ഒലിവിൻ്റെ തന്നെ ഒരു സോൾട്ടഡ് ഒലിവിൻ്റെ ഒരു ബ്രൈറ്റ് ഷെയ്ഡാണ്. ആൻഡ് ഒരു ടസറിൻ്റെ ഫിനിഷിലാണ് ഈ ഒരു സാരി ചെയ്തേക്കുന്നത്. അതിനകത്ത് സെറി ബോർഡർ വരുന്നുണ്ട്. ടെമ്പിൾ ഡിസൈൻ്റെ ഒരു പ്രിൻ്റഡ് ഡീറ്റെയിൽ ആവുന്നത്. ഇത് ആക്ച്വലി പ്രിൻ്റഡ് ആണ് ഈ ഒരു സാരി വരുന്നത്, ഡിജിറ്റൽ പ്രിൻ്റിലാണ് ചെയ്തേക്കുന്നത്. ആൻഡ് എംബ്രോയിഡറി ഒരു ലൈറ്റ് ഫീലിലാണ് അതിൻ്റെ ഒരു മൾട്ടിപ്പിൾ ലുക്കിൽ വന്നിട്ടുള്ള ഫ്ലോറൽസിൻ്റെ ഒരു സ്കാറ്റർ ആയിട്ടുള്ള ലുക്ക് ബോർഡറിൽ ത്രൂ ഔട്ട് വരുന്നുണ്ട്. അപ്പോൾ ബോർഡർ കുറച്ചും കൂടെ ഷോർട്ടറാണ്. അപ്പോൾ ബോർഡറിലും ഈ ഒരു എംബ്രോയിഡറി ഡീറ്റെയിൽ വരുന്നുണ്ട്. ഹെവി ആയിട്ട് ചെയ്തേക്കുന്ന റിച്ച് ലുക്കിൽ വന്നിരിക്കുന്ന പല്ലു. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ടാസിലൊക്കെ ഫിനിഷ് ചെയ്യാം കേട്ടോ. ഇതിന് റൈറ്റിന് അതിനകത്ത് ടാസിൽ ഫിനിഷ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിനകത്ത് പക്ഷേ ഇത്രയും ഒരു വിഡ്ത്തിൽ നമുക്ക് ടാസിൽ ഡബിൾ നോട്ടൊക്കെ ചെയ്ത് വേണമെങ്കിൽ എടുക്കാൻ പറ്റുന്ന വിഡ്ത്തിൽ നമ്മളതിൻ്റെ അകത്ത് ആ ഒരു എഡ്ജ് വരുന്നുണ്ട് പല്ലുവിൽ. ആൻഡ് ഇതിൻ്റെ ബ്ലൗസ് വന്നിരിക്കുന്നത് ഈ ഒരു പിങ്ക് ഷെയ്ഡിലാണ്. അതിനകത്ത് ടോണിൽ വന്നിരിക്കുന്ന പിങ്ക് ഷെയ്ഡിൽ വന്നിരിക്കുന്ന ബ്ലൗസാണ് കൊടുത്തേക്കുന്നത്. അതിനകത്തും നമുക്ക് ആ ഒരു സ്കാറ്റേഡ് ആയിട്ടുള്ള ഒരു എംബ്രോയിഡറി ഡീറ്റെയിൽ വരുന്നുണ്ട്. നെക്സ്റ്റ് ഷെയ്ഡിലോട്ട് പോവാട്ടോ. അപ്പോൾ 299 ആണ്, നല്ല പ്രൈസ് റേഞ്ചാണ് അതിൻ്റെ ലുക്ക് വരുന്നത്. അനദർ ഗ്രീൻ. അപ്പോൾ ഈ ഒരു ദിസ് ഇസ് മോർ ടുവേർഡ്സ് എ ബ്രൈറ്റ് പിസ്ത ഗ്രീൻ ആൻഡ് ടോൺസ് ഓഫ് പിങ്ക് ആൻഡ് പീച്ചിൽ തന്നെയാണ് അതിൻ്റെ ബോർഡർ ഡീറ്റെയിൽ വന്നിരിക്കുന്നത്. അതാണ് എൻ്റെ ഫുൾ ലുക്ക്. അപ്പോൾ ബോഡിയിൽ സ്കാറ്റേഡ് ആയിട്ട് ആ ഒരു എംബ്രോയിഡറി ഡീറ്റെയിൽ വരുന്നുണ്ട്. ആൻഡ് ലോ പോർഷനിലോട്ട് പോകുമ്പോഴത്തേക്ക് അവിടെയും വരുന്നുണ്ട് കേട്ടോ. നമുക്ക് ഈവൻ താഴത്തെ പ്ലീറ്റിൻ്റെ അവിടെയും സ്കാറ്റേഡ് ആയിട്ട് വന്ന് തന്നെയാണ് ഫിനിഷ് ചെയ്തേക്കുന്നത്. ദിസ് ഇസ് ദി പല്ലു ആൻഡ് ദിസ് ഇസ് ദി ബ്ലൗസ്. പീച്ചി ടോണിലാണ്, പിങ്ക് പീച്ച് ഷെയ്ഡിൽ ടോണിലാണ് വന്നിരിക്കുന്നത്.
അപ്പം അത് തന്നെയാണ് ആ പല്ലുവിൽ വന്നേക്കുന്ന ഷെയ്ഡും കേട്ടോ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ആ ഒരു ടസറിൻ്റെ ഒരു ഫിനിഷ്, ആ ഒരു ടെക്സ്ചർ നമുക്ക് കുറച്ചുകൂടി തോന്നുന്ന രീതിയിലാണ് അതിൻ്റെ ഒരു പ്രിൻ്റൊക്കെ ഡിസൈൻ ചെയ്തേക്കുന്നത്. ദിസ് ഇസ് ഓൾസോ വൈബ്രൻറ്റ് ടോൺ. ആൻഡ് നെക്സ്റ്റ് വരുന്നത് ലെറ്റ്സ് ഓപ്പൺ ആൻഡ് സീ. എൻ്റെ ബോർഡറിനകത്ത് ഇപ്പോൾ ടോണിൽ കുറച്ചൊരു വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ. ഓറഞ്ചി ടോണാണ്, ഒരു റസ്റ്റ് ഓറഞ്ചിൻ്റെയും പീച്ചിൻ്റെയും ഒക്കെ ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള ഒരു ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ആൻഡ് ദിസ് ഇസ് ദി ലുക്ക്. ബോഡി വന്നിരിക്കുന്നത് ഒരു മെറ്റാലിക് ടോണിൽ വന്നിട്ടുള്ള ബ്ലൂ ഷെയ്ഡാണ്. അതിനകത്തും ഈ ഒരു ടെമ്പിൾ ഡീറ്റെയിൽ ഒക്കെ വന്നിട്ടാണ് ഫിനിഷ് ചെയ്തേക്കുന്നത്. ഗ്രീൻ ടോണിലാണ് അതിൻ്റെ ഒരു ടെമ്പിൾ ഡീറ്റെയിൽസ് വരുന്നത്. അതാണ് അതിൻ്റെ ലുക്ക് വരുന്നത്. ആൻഡ് ദിസ് ഇസ് ദി പല്ലു. ബ്ലൗസ് ഇതാണ് കേട്ടോ. ബ്ലൗസിൽ സ്ലീവിൽ കൊടുക്കാൻ പാകത്തിനായിട്ട് സ്കാറ്റേർഡ് ആയിട്ടുള്ള ഒരു കുഞ്ഞു കുഞ്ഞു സിംഗിൾ മോട്ടീഫ് ബോർഡറിൻ്റെ വൺ സൈഡ് ബോർഡറിലായിട്ട് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അതിൻ്റെ ലുക്ക് നല്ലൊരു മെറ്റാലിക് ബ്ലൂ ഷെയ്ഡാണ്. ഇത് ഭയങ്കര വെയിറ്റുള്ള സാരി അല്ല, പക്ഷെ അങ്ങ് ഭയങ്കര എക്സ്ട്രീംലി ലൈറ്റ് വെയിറ്റ് എന്ന് പറയാനും പറ്റില്ല. ഇൻ ബിറ്റ്വീൻ ആണ് കേട്ടോ. ക്യാരി ചെയ്യാൻ ഡിഫിക്കൽട്ടി ഇല്ല, എന്നാലും ഭയങ്കരമായിട്ട് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സാരീസ് നോക്കുന്നവർക്കുള്ള ഒരു ഓപ്ഷൻ ആയിരിക്കില്ല. 299 റേഞ്ചിലാണ് വന്നിരിക്കുന്നത്. ദിസ് ഇസ് ദി നെക്സ്റ്റ് ലുക്ക്. പീച്ച് ആൻഡ് ലാവൻഡർ ആണ് ഇതിനകത്ത് കോമ്പിനേഷൻ ആയിട്ട് കൊടുത്തേക്കുന്നത്. സിമിലർ ടു ദ വൺ ഐ എം വെയറിങ്. പക്ഷെ കുറച്ചും കൂടി ഡാർക്ക് ടോണിലാണ് വരുന്നത്. ആ ഒരു വയലറ്റ് ഷെയ്ഡിലാണ് ആ ടെമ്പിൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ലുക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ബോർഡർ ഷോർട്ട്, ലോ ബോർഡർ, ബ്രോഡ് എംബ്രോയിഡറി സ്കാറ്ററും അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ആണ് എൻ്റെ ബ്ലൗസ്. ഈ ഒരു ബ്ലൗസ് കോമ്പിനേഷൻ്റെ കൂടെ തന്നെ നമ്മളത് പെയർ ചെയ്യുമ്പോൾ ഇറ്റ്സ് റിയലി പ്രിറ്റി. വെയർ ചെയ്യുമ്പോൾ ഉള്ളൊരു ലുക്ക് വരുന്നത്. ഞാനിപ്പോൾ സ്റ്റോറിൽ അവിടെ കുറച്ച് കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ. BLD 180 പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത് 299 റേഞ്ചിലാണ് വന്നിരിക്കുന്നത്. ഡു ചെക്ക് ഇറ്റ് ഔട്ട്. ഒരു എംബ്രോയിഡേർഡ് അപ്ലീറ്റ് ലുക്കൊക്കെയാണ് കേട്ടോ. പക്ഷേ ഇത് വീവ് പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. ഇത് ഫുള്ളായിട്ട് ആ ഒരു വീവിങ് ഡിസൈനിനെ ഹൈലൈറ്റ് ചെയ്തേക്കുന്ന നല്ല രസമുള്ള ഒരു ക്രീം ബേസ് ക്ലാസി ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് കേട്ടോ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിൻ്റെ ആ ഒരു ലുക്ക് നോക്കിക്കഴിഞ്ഞാൽ ദുപ്പട്ടയും ടോപ്പും ഒരേ ഒരു ലുക്കിലാണ് വന്നിരിക്കുന്നത്. ഒരു കോട്ടൻ്റെ ഒക്കെ ഒരു ഫിനിഷിങ്. പക്ഷേ അതിൻ്റെ ഒരു ലൈറ്റ്നെസ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കോട്ടൺ ചന്തേരിയൊക്കെ വീവ് ചെയ്തേക്കത്തില്ല, അതുപോലത്തെ ഉള്ള ഒരു ഫീലിലാണ് വന്നിരിക്കുന്നത്. ദുപ്പട്ടയിൽ ഈ ഒരു നമുക്ക് ദുപ്പട്ടയിൽ അത് ആക്ച്വലി കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും അതിൻ്റെ ഒരു വീവ് പാറ്റേൺ. അതിൻ്റെ ഇൻസൈഡ് പോർഷൻ റോങ് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും കേട്ടോ. ഫുള്ളായിട്ട് അതിൽ വീവിങ് ഡീറ്റെയിൽസാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ ലൂസി ഹാൻഡ്സ് ഒക്കെ കാണാനും പറ്റും. നമുക്ക് ഒരു 4 ഷെയ്ഡ്സിലാണ് നമ്മളത് കൊണ്ടുവന്നിരിക്കുന്നത്. ഇതാണ് അതിൻ്റെ ഒരു ലുക്ക്. അപ്പോൾ ദിസ് ഇസ് സംതിങ്. ഇതിങ്ങനെ നമുക്ക് താഴെയാണ് ആക്ച്വലി ഇതിൻ്റെ ഒരു പാറ്റേൺ വരുന്നത്. ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ കാണുമ്പോഴത്തേക്ക് ആദ്യം അതിൻ്റെ ഒരു പാറ്റേൺ കാണാൻ വേണ്ടി മുകളിലോട്ട് വെച്ചു എന്നുള്ളതേ ഉള്ളൂ. സോ ദിസ് ഇസ് ഹൗ ദ ഡിസൈൻ കംസ്. അപ്പോൾ പോർഷനിൽ സ്കാറ്റേർഡ് ആയിട്ട് ഉള്ള ഒരു ലുക്ക്. ഇത് നമുക്ക് ഏതൊരു ടൈമിലും നമുക്ക് അല്ലെങ്കിൽ ഏതൊരു ഒക്കേഷനിലും നമുക്കിത് വെയർ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ക്ലാസി ആയിട്ടുള്ളൊരു ലുക്കിൽ കോട്ടൺ ലൈനിങ് ഇട്ട് നമുക്കിത് സ്റ്റിച്ച് ചെയ്യാം. കാരണം ഇത് ചഞ്ഞമല്ല, ചന്തേരി പോലത്തെ ആയതുകൊണ്ട് അതിൻ്റെ ഒരു വീവിങ് സ്റ്റൈൽ വരുന്നതുകൊണ്ട് ഇറ്റ്സ് വെരി ലൈറ്റ്. അപ്പോൾ നമുക്ക് കോട്ടൺ ലൈനിങ് ഇട്ട് സ്റ്റിച്ച് ചെയ്യുന്നത് തന്നെയാണ് ബെസ്റ്റ് ഓപ്ഷൻ ഫോർ കംഫർട്ട് ആൻഡ് ഡ്യൂറബിലിറ്റി. സ്ലീവ്സും ഞാൻ ഇങ്ങനത്തെ ചില മെറ്റീരിയൽ സജസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ലൈറ്റർ ഫീലിൽ വരുന്ന മെറ്റീരിയൽസ് പൊതുവേ എനിക്കാണെങ്കിൽ ഞാൻ പ്രിഫർ ചെയ്യാറുള്ളത് വിത്ത് ലൈനിങ് തന്നെ സ്റ്റിച്ച് ചെയ്യുന്നതാണ് കേട്ടോ സ്ലീവ്സ്. കാരണം ഇപ്പോൾ എൽബോ ലെങ്ത് ആണെങ്കിൽ കുഴപ്പമില്ല. ഇൻ കേസ് നമ്മളത് എൽബോയുടെ താഴോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോൾഡ് വരുന്നിടത്ത് സ്റ്റിച്ചിൻ്റെ ഒക്കെ ലൂസ് ആവാനൊക്കെ ഉള്ള ചാൻസസ് അവിടെ ഉണ്ട് ഡെലിക്കേറ്റ് ഫാബ്രിക് ആകുമ്പോഴത്തേക്ക്. സോ ദിസ് ഇസ് ദി ഫസ്റ്റ് ഷെയ്ഡ്. മജന്ത ആൻഡ് ഗ്രീൻ്റെ ഒരു കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത്. ബോഡിയിലും ഈ ഒരു എംബ്രോയിഡേഡ് ആയിട്ടുള്ള സ്കാറ്ററോടെ കൊടുക്കുന്നുണ്ട്. ബീഡ്സും ഔട്ട്ലൈൻ ചെയ്തേക്കുന്നതൊക്കെ പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്ലിക് ആണെന്ന് തോന്നുന്ന രീതിയിലാണ് അതിൻ്റെ ഒരു ഡിസൈൻ വന്നിരിക്കുന്നത്. ബാക്കും സ്ലീവും പ്ലെയിൻ ആയിട്ടായിരിക്കും കേട്ടോ വരുന്നത്. ആൻഡ് കോറ കോട്ടണിൽ വന്നിട്ടുള്ള ബോട്ടമാണ്. ആൻഡ് ദിസ് ഇസ് ദുപ്പട്ട. ദുപ്പട്ടയ്ക്കകത്ത് നമുക്ക് ജസ്റ്റ് വീവ് ഡിസൈൻസ് മാത്രമാണ് വരുന്നത്. ദാറ്റ് വാസ് ദ ഫസ്റ്റ് ഷെയ്ഡ്. ഒരു ടോണും കൂടെ ഉണ്ട് കേട്ടോ. അത് വെബ്സൈറ്റിൽ നമുക്ക് അതിനകത്ത് കാണാൻ പറ്റും. ടെർക്കോയ്സ് ടോണിലും കൂടെ ഒരെണ്ണം കൂടെ വരുന്നുണ്ട്. ദിസ് ഇസ് ഗോൾഡൻ യെല്ലോ.
നെക്സ്റ്റ് വണ്ണിൽ ലുക്ക് വരുന്നത്. നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡാണ്. കൊന്നപ്പൂ പോലെ ഉണ്ട് കേട്ടോ പെട്ടെന്ന് കാണാനായിട്ട്. ആൻഡ് ദിസ് ഇസ് ദി ദുപ്പട്ട. ദുപ്പട്ടയുടെ എൻഡിലായിട്ട് കോട്ടൺ ത്രെഡ്സ് യൂസ് ചെയ്തിട്ട് ഈ ഒരു ടോപ്പിൽ വന്നിരിക്കുന്ന വീവിങ് ഡിസൈൻസിൻ്റെ കളേഴ്സിൽ വന്നിട്ടുള്ള കോട്ടൺ ത്രെഡ്സിൻ്റെ ഒരു മിക്സ്ഡ് ആയിട്ടാണ് ടാസൽസ് കൊടുത്തേക്കുന്നത് വിത്ത് എ ഗോൾഡൻ ബീറ്റ്. സെയിം ബോട്ടം തന്നെയാണ്, ഒരു ക്രീം ഷെയ്ഡ്. ദിസ് ഇസ് നമ്മളുടെ കളർ ആക്ച്വലി നമ്മുടെ കേരള കോട്ടൻ്റെ ഒക്കെ ഒരു കോടിയുടെ കളറില്ലേ, അങ്ങനെ കോടി മുണ്ട് ആ ഒരു ടോണിലാണ് ആ ഒരു ബോട്ടത്തിൻ്റെയൊക്കെ കളർ ആക്ച്വലി വന്നിരിക്കുന്നത്. ഓഫ് വൈറ്റും ക്രീമിനെക്കാട്ടിലും എനിക്ക് തോന്നുന്നു നമുക്കത് ആ കോടി കളർ എന്ന് പറയുമ്പോഴത്തേക്ക് അറിയാൻ പറ്റും. ദിസ് ഇസ് ദി നെക്സ്റ്റ് ഷെയ്ഡ്. ഓറഞ്ചിഷ് ടോണാണ്, ഒരു പീച്ചി ഓറഞ്ച് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ദിസ് ഇസ് ദി ദുപ്പട്ട. ക്ലാസി പാറ്റേൺ ആണ്, എല്ലാ ഏജിലുള്ളവർക്കും ഒരുപോലെ ക്യാരി ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു ഗ്രീൻ ആൻഡ് എല്ലാത്തിലും കോമൺ ആയിട്ട് ആ ഒരു ഗ്രീൻ ഷെയ്ഡ് വരുന്നുണ്ട്. ആൻഡ് ഓറഞ്ച് പീച്ച് ടോണിൽ കുറച്ച് ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്നതാണ്. പക്ഷെ അതിൻ്റെ ആ ഒരു ഓഫ് വൈറ്റ് ബേസിനകത്ത് വരുമ്പോഴത്തേക്ക് അത്രയ്ക്കും അങ്ങനെ ബ്രൈറ്റ് ആയിട്ട് തോന്നത്തില്ല, പക്ഷെ കളർ ഇച്ചിരി ബ്രൈറ്റ് ആയിട്ടാണ് വരിക. സോ AMB 183 ഇറ്റ് ഇസ് റെഡി ടു ഡിസ്പാച്ച്. നമുക്ക് ഇൻ സ്റ്റോറും എല്ലാ ഔട്ട്ലെറ്റ്സിലും ഇത് അവൈലബിൾ ആക്കിയിട്ടുണ്ട്.